ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട് ഹിമാലയൻ പർവ്വതനിരകളും ചൈനയുടെ വിശാല ഭൂപ്രദേശവും കടന്ന് കൊറിയൻ ഉപദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭീമാകാരമായ മഴമേഘനിര ഉപഗ്രഹ ദൃശ്യങ്ങളിൽ വ്യക്തമായി പതിഞ്ഞു. ഏകദേശം 7000 മുതൽ 10000 കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മേഘവ്യൂഹം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂണിന്റെ ഏറ്റവും ശക്തമായ ഘട്ടങ്ങളിലൊന്നിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത്രയും വലിയ വിസ്തൃതിയിൽ ഒരേ സമയം മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നത് അപൂർവമായ അന്തരീക്ഷ സാഹചര്യങ്ങളുടെ ഫലമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. മൺസൂൺ സംഗമ മേഖല എന്നറിയപ്പെടുന്ന ഈ മഴമേഘനിര രൂപപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറേബ്യൻ കടലിലും ബംഗാൾ ഉൾക്കടലിലും നിന്ന് ഒഴുകിയെത്തുന്ന ഈർപ്പസമൃദ്ധമായ കാറ്റുകൾ വടക്കൻ ഭൂപ്രദേശങ്ങളിലെ ചൂടേറിയ വായുപ്രവാഹങ്ങളുമായി സംയോജിക്കുന്നതിലൂടെയാണ്. ഈ പ്രക്രിയ അന്തരീക്ഷത്തിലെ ഉയർന്ന പാളികളിലേക്ക് വലിയ അളവിൽ ജലവാതകം ഉയരാൻ ഇടയാക്കുകയും അതിന്റെ ഫലമായി വിശാലമായ മഴമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ച മഴ സാധാരണ ലഭിക്കേണ്ട അളവിനേക്കാൾ ഏകദേശം 170 മുതൽ 180% വരെ കൂടുതലാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. ഈ മൺസൂൺ സീസണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന മഴയാണിത്. മഴയുടെ തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്ത് കാലാവസ്ഥാ വിദഗ്ധർ ഈ സാഹചര്യത്തെ വമ്പൻ മൺസൂൺ ദിനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മധ്യ ഇന്ത്യ, ഉത്തരേന്ത്യ, കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാകെ കനത്ത മേഘാവൃതമായ അന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. അവിടെ നിന്ന് ഹിമാലയൻ പർവ്വതനിരകൾ കടന്ന് ചൈനയിലേക്കും തുടർന്ന് കൊറിയയിലേക്കും വ്യാപിച്ചിരിക്കുന്ന മേഘനിര ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായി ദൃശ്യമാണ്. ഈ മേഘ സംവിധാനം ഏഷ്യയിലെ കാലാവസ്ഥാ വ്യവസ്ഥകൾ പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. മൺസൂൺ പാത്തി ശക്തമായി നിലനിൽക്കുകയും ഭൂതലത്തിലെ ചൂടുള്ള വായു അതിവേഗം മുകളിലത്തെ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഭീമാകാരമായ മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ ഉയർച്ച ശക്തമായ ഇടിമിന്നലിനും വ്യാപകമായ മഴയ്ക്കും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. അന്തരീക്ഷത്തിലെ ഈ ഊർജ്ജ വിനിമയമാണ് മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാന്റെ ചില മേഖലകൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ പശ്ചിമബംഗാൾ, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ്, അസം, മേഘാലയ, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള കിഴക്കൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ സജീവമായ ന്യൂനമർദ്ദവും അറേബ്യൻ കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റും ഒന്നിച്ചു ചേർന്നതോടെയാണ് മഴയുടെ ശക്തി വർദ്ധിച്ചത്. ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ മഴ ലഭിക്കുകയും നദികളിലേക്കും അണക്കെട്ടുകളിലേക്കും ജലപ്രവാഹം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ ശക്തമായതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം, റോഡുകൾ മുങ്ങൽ, ഗതാഗത തടസ്സം, കൃഷിനാശം തുടങ്ങിയ പ്രശ്നങ്ങളും രൂക്ഷമാവുകയാണ്. ഗുജറാത്തിലും അസമിലും കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും നിരവധി കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അസം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, നദികളിലെ ജലനിരപ്പ് ഉയരൽ, മണ്ണിടിച്ചിൽ, നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് എന്നിവയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ സേനയും പ്രാദേശിക ഭരണകൂടങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങൾ പ്രകാരം അടുത്ത ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ സജീവമായി തുടരും. ചില മേഖലകളിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. അറേബ്യൻ കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ഹിമാലയം, ചൈന എന്നിവ കടന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭീമൻ മഴമേഘനിര ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ കാലാവസ്ഥാ സംവിധാനങ്ങൾ പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. സമുദ്രത്തിലെ ഈർപ്പവാഹനവും അന്തരീക്ഷ മർദ്ദ വ്യതിയാനങ്ങളും ചൂടിന്റെ വിതരണവും ചേർന്നാണ് ഈ അപൂർവ മൺസൂൺ പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ അന്തരീക്ഷ സാഹചര്യം തുടർന്നാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.